പ്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മുടെ ചിന്തകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു ചെറിയ സംഭവം വിവരിക്കാം. ഒരിക്കൽ ഒരു ക്ലാസ്സിൽ കുട്ടികൾ വളരെ ശബ്ദത്തോടെ ഇരിക്കുകയായിരുന്നു. പലരും അവരെ ശാന്തരാക്കുവാൻ ശ്രമിച്ചു, പക്ഷെ ആരും കേട്ടില്ല. എന്നാൽ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ കയറുമ്പോൾ അദ്ദേഹം ശാന്തമായി ഒരു വാക്ക് പറഞ്ഞതോടെ മുഴുവൻ ക്ലാസ്സും നിശബ്ദമായി. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? ആ വാക്കിൽ അധികാരവും വിശ്വാസവും ഉണ്ടായിരുന്നു. ഇതുപോലെയാണ് നാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണാം, യേശു സിനഗോഗിൽ ഉപദേശിക്കുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടുന്നു. കാരണം അവൻ അധികാരത്തോടെയാണ് സംസാരിച്ചത്. ആ കാലത്തെ ശാസ്ത്രിമാർ സാധാരണയായി പഴയ പഠനങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് പഠിപ്പിച്ചിരുന്നത്. എന്നാൽ യേശുവിൻ്റെ വാക്കുകൾക്ക് ഒരു വ്യത്യാസമുണ്ടായിരുന്നു. അവൻ്റെ വാക്കുകൾ ദൈവസത്യത്തിൽ നിന്നുള്ള ജീവൻ നിറഞ്ഞ വാക്കുകളായിരുന്നു. ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ക്രിസ്തുവിൻ്റെ ഈ അധികാരം വളരെ പ്രധാനമാണ്. അത് മനുഷ്യരെ അടക്കി വാഴുന്ന അധികാരമല്ല, മറിച്ച് മനുഷ്യനെ മോചിപ്പിക്കുന്ന അധികാരമാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ മനുഷ്യൻ്റെ ഉള്ളിൽ വെളിച്ചം കൊണ്ടുവരുന്നതായിട്ട് കാണാം. ജീവിതത്തിലും അധികാരം അത്യാവശ്യമാണ്. എന്നാൽ യഥാർത്ഥ അധികാരം എന്നത് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതല്ല, സത്യത്തിലും ഉത്തരവാദിത്തത്തിലും നിൽക്കുന്ന ആത്മീയ ശക്തിയാണ് യഥാർത്ഥ അധികാരം. ഒരു കുടുംബത്തെ നയിക്കുന്ന മാതാപിതാക്കൾക്കും ഒരു സമൂഹത്തെ നയിക്കുന്ന നേതാക്കൾക്കും ഒരു സഭയെ നയിക്കുന്ന ആത്മീയ പിതാക്കന്മാർക്കും ഈ ആത്മീയ അധികാരം അത്യന്താപേക്ഷിതമാണ്. ഈ സുവിശേഷ ഭാഗത്തിൽ മറ്റൊരു സംഭവം നാം കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ ദുഷ്ടാത്മാവിനാൽ പീഡിതനായിരുന്നു. യേശു അവനെ മോചിപ്പിച്ചു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിൻ്റെ അധികാരം ദുഷ്ടതയെ കീഴടക്കി മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ശക്തിയാണ്. ഇന്നത്തെ ലോകത്തിൽ നമ്മളിൽ പലരും ഉള്ളിൽ പോരാടുന്നവരാണ്. ചിലപ്പോൾ അത് ഭയമായിരിക്കാം, ചിലപ്പോൾ നിരാശയായിരിക്കാം, ചിലപ്പോൾ കുറ്റബോധമോ മാനസിക വ്യഥയോ ആയിരിക്കാം. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ പലപ്പോഴും ഇങ്ങനത്തെ സംഘർഷങ്ങളുണ്ടാകാം. എന്നാൽ ക്രിസ്തുവിൻ്റെ വാക്കുകൾ മനുഷ്യൻ്റെ മനസ്സിൽ ശാന്തിയും പ്രത്യാശയും ആത്മവിശ്വാസവും ഉണ്ടാക്കും. തുടർന്ന് ഈ ഭാഗത്തിൽ ശീമോൻ്റെ അമ്മായിയമ്മയെ യേശു സൗഖ്യമാക്കുന്ന സംഭവം നാം കാണുന്നു. അവൾ കഠിന ജ്വരം ബാധിച്ച് കിടക്കുകയായിരുന്നു. യേശു അവളെ സ്പർശിച്ചു, അവൾ സുഖപ്പെട്ടു. ഉടനെ അവൾ എഴുന്നേറ്റ് മറ്റുള്ളവരെ സേവിക്കുവാൻ തുടങ്ങി. ഇതിലൊരു വലിയ ആത്മീയ സത്യമാണ് ഉള്ളത്. സൗഖ്യം എന്നത് രോഗം മാറ്റുക മാത്രമല്ല, അത് മനുഷ്യൻ്റെ ജീവിതം വീണ്ടും ദൈവത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സേവനത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതാണ്. ശരീരവും മനസ്സും ആത്മാവും വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നതാണ് യഥാർത്ഥ സൗഖ്യം. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ക്രിസ്തുവിൻ്റെ സൗഖ്യപ്രവർത്തനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാണ്. ദൈവം മനുഷ്യനെ പൂർണ്ണമായി സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സഭയിൽ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും അഭിഷേകങ്ങളും വഴി ആത്മീയ സൗഖ്യം നാം അനുഭവിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിൽ ഏറ്റവും മനോഹരമായി കാണുന്നത് ക്രിസ്തുവിൻ്റെ കരുണയാണ്. വൈകുന്നേരമായപ്പോൾ പലരും അവരുടെ രോഗികളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവൻ ഒരാളെയും തിരസ്കരിച്ചില്ല, ഓരോരുത്തരെയും സ്പർശിച്ച് സൗഖ്യപ്പെടുത്തി. ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത് കരുണയില്ലാതെ മനുഷ്യജീവിതം ഒരിക്കലും പൂർണ്ണമാകില്ല എന്നതാണ്. കരുണയാണ് മനുഷ്യബന്ധങ്ങളെ മാറ്റുന്നത്. മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ലോകത്തിൽ അറിവും സമ്പത്തും അധികാരവും ഉണ്ടായിരിക്കാം, എന്നാൽ പലപ്പോഴും കരുണയുടെ കുറവാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ശക്തിയുള്ളവനാകുന്നത് മാത്രം മതിയാവില്ല, കരുണയുള്ളവനാകുക എന്നതാണ് യഥാർത്ഥമായ ഒരു മഹത്വം. ഈ സുവിശേഷ ഭാഗം നമ്മെ 3 വലിയ പാഠങ്ങളും പഠിപ്പിക്കുന്നു. ഒന്നാമത്, സത്യത്തിൽ അധിഷ്ഠിതമായ ആത്മീയ അധികാരം.
നമ്മുടെ ജീവിതത്തെ നയിക്കണം. രണ്ടാമത്, സൗഖ്യം, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആയി ഒരു പുനഃസ്ഥാപനമാണ്. മനുഷ്യ ജീവിതത്തിൽ വലിയ അത്യന്താപേക്ഷിതമാണ്. മൂന്നാമത്, കരുണ, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി സഹായിക്കുന്ന മനസ്സ് ദൈവിക ജീവിതത്തിൻ്റെ അടയാളമാണ്. ഈ നോമ്പുകാലം നമ്മെ ഈ 3 കാര്യവും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ, ദൈവത്തോട് അടുത്തു വരുവാൻ, മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാൻ ഈ സമയം നമ്മെ ക്ഷണിക്കുന്നു. അതിനാൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ക്രിസ്തുവിൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തെ നയിക്കുന്നുണ്ടോ? അവൻ്റെ അധികാരം നമ്മുടെ മനസ്സിനെ നയിക്കട്ടെ. അവൻ്റെ സൗഖ്യം നമ്മുടെ ജീവിതത്തിന് പുതുക്കം നൽകട്ടെ. അവൻ്റെ കരുണ നമ്മുടെ ഹൃദയത്തെ മാറ്റട്ടെ. ആകയാൽ അങ്ങനെ ആയാൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ജീവിക്കുന്ന സാക്ഷ്യമായി മാറും. ആമേൻ.